അങ്ങ് സംസാരിക്കൂ. ബഹുമാനപ്പെട്ട അംഗങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടി ഉണ്ടാവും. ബഹുമാനപ്പെട്ട അംഗങ്ങളെല്ലാം പരിശോധിച്ചാൽ അറിയാം, 1.5 മാസക്കാലം തെരുവ് നായന്റെ ശല്യം പത്രത്തിൽ വാർത്ത ഞാൻ വായിച്ചിട്ടില്ല. നിങ്ങളൊക്കെ വായിച്ചോ എന്ന് എനിക്കറിയില്ല. അത് നിങ്ങളാ പറയേണ്ടത്. നിങ്ങൾ വായിച്ചു എങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങളെ ജനകീയ സദസ്സ്, നവകേരള സദസ്സ് തിരൂരിലും വന്നു. തിരൂരിൽ വന്നപ്പോൾ നിങ്ങളുടെ മന്ത്രിമാർ ഒരു രാവിലത്തെ പ്രഭാത സവാരിക്ക് അവിടെ നടന്നു അങ്ങാടിയിലൂടെ. അപ്പൊ സവാരിക്ക് നടന്ന നാട്ടുകാരോട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ബഹുമാന്യനായ മന്ത്രി രാജീവ് താന്നൂരിലെത്തി അതിനെ കുറിച്ച് പ്രസംഗിച്ചു. തിരൂരിലെ MLA അവിടെ വന്നിരുന്നുവെങ്കിൽ ഒരു ഉപക്രമ പ്രസംഗവും ഒരു ഉണ്ടാകുമായിരുന്നു. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറയാൻ അവസരം ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം അത് തയ്യാറായില്ല. കാര്യങ്ങൾ നേടിയെടുക്കാൻ എത്ര എളുപ്പമായിരുന്നു എന്ന് താന്നൂരിൽ പോയി പ്രസംഗിച്ചു. അവിടെ ഞങ്ങളുടെ ഒരു സ്റ്റേഡിയത്തിന്റെ കാര്യമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ ബഹുമാന്യരായ മന്ത്രിമാർ ഇവിടെ ഇല്ല. ബഹുമാനപ്പെട്ട രാജീവ് മിനിസ്റ്റർ കായിക മന്ത്രിയോടെങ്കിലും ചോദിക്കുക എന്താണ് അതിന്റെ വസ്തുത എന്ന്. CPM ഭരിച്ചിരുന്ന കാലത്ത് കഴിഞ്ഞ ഭരണസമിതി CPM-ന്റെ നേതൃത്വത്തിലായിരുന്നു തിരൂരിൽ മുനിസിപ്പാലിറ്റി. അന്ന് തീരുമാനിച്ചതാണ്, ഇടതുപക്ഷമായിരുന്നു കേരളത്തിൽ ഭരിച്ചത്, പിണറായിയുടെ ഗവൺമെന്റ് ആയിരുന്നു. ഈ സ്റ്റേഡിയം നമുക്ക് വേണ്ട എന്ന് തീരുമാനിച്ചത് ഇടതുപക്ഷത്തിന്റെ ഭരണസമിതിയാണ്. അതിനുശേഷം വന്ന ഞങ്ങളുടെ ചെയർപേഴ്സൺ നസീമയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലും അത് തന്നെ തീരുമാനിച്ചു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ പണം തരാത്തത്. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ മന്ത്രിയുടെ ചേംബറിൽ കൂടിയ യോഗത്തിന്റെ തീരുമാനങ്ങളുണ്ട്. മന്ത്രി വെച്ച നിർദ്ദേശം ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയും MLA-യും അത് അംഗീകരിച്ചിട്ടുണ്ട്. നാട്ടുകാരോട് ഞങ്ങൾ വിളംബരം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ളത് മറുപടി പറയേണ്ടത് ബഹുമാന്യനായ രാജീവ് മന്ത്രി കൂടിയാണ് എന്നെ ഈ സന്ദർഭം എനിക്ക് പറയാനോ. തിരൂര് വന്നു, വലിയ നേട്ടങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പത്രത്തിൽ ഞാൻ പത്രത്തിൽ വായിച്ചു നോക്കുമ്പോഴാണ് നവകേരള സദസ്സ് ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്ന് വലിയ വാർത്ത. അവിടെ വില്ലേജ് ഓഫീസിന് സ്ഥലം കിട്ടി എന്നാണ് ഉള്ളിലുള്ളത്. എന്താ കാര്യം എന്നറിയാമോ? തിരൂർ സിവിൽ താലൂക്ക് ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് തിരൂരെ വില്ലേജ് ഓഫീസിന് സ്ഥലം അനുവദിച്ചു എന്നുള്ളത്. ഇത് ഞാൻ റവന്യൂ അസംബ്ലിയിൽ പറഞ്ഞതാണ്. അവിടുത്തെ ഭരണകൂടം സർക്കാരിനോട് പറഞ്ഞതാണ്. പത്രങ്ങളൊക്കെ വർഷങ്ങളായി എഴുതുന്നതാണ്. റവന്യൂ വകുപ്പിന്റെ കയ്യിലുള്ള താലൂക്ക് ഓഫീസിന്റെ കൈവശമുള്ള സ്ഥലം റവന്യൂവിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായിട്ടുള്ള വില്ലേജിന് അനുവദിക്കാൻ, റവന്യൂ വകുപ്പിന്റെ തന്നെ സ്ഥലം അനുവദിക്കാൻ റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള 21 മന്ത്രിമാർ ഞങ്ങളുടെ അങ്ങാടിയിൽ വരേണ്ടി വന്നു. ഈ ഭരണം എത്ര വലിയ നേട്ടമാണ്, എന്താണ് ചെയ്യുന്നത് എന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. പിന്നീട് ഒരു കടക്കാരനെ നമ്മൾ പത്രത്തിൽ വായിച്ചു, 500 രൂപ അദ്ദേഹത്തിന്റെ കടത്തിന് ഇളവ് കൊടുത്തു. 10 ലക്ഷം കൊടുക്കേണ്ട ആൾക്ക് 500 രൂപ. ആ ബാങ്കിന്റെ പ്രസിഡന്റിന് അദ്ദേഹം അപേക്ഷ കൊടുത്തില്ലെങ്കിൽ അതിന്റെ 3 ഇരട്ടി കിട്ടുമായിരുന്നു. മന്ത്രിമാരെല്ലാവരും കൂടി ചെന്നിട്ട് കൊടുത്തത് 500 രൂപ. ഇതേപോലെ തന്നെ റബ്കോ, നിങ്ങളുടെ സ്ഥാപനമാണ്, ഇടതുപക്ഷം ഭരിക്കുകയാണ്. റബ്കോയുടെ ബെഡ് നിർമ്മാണ കമ്പനിയിലെ CIT യൂണിയൻ സമരത്തിലാണെന്ന് അവരെന്താ പറയുന്നത്? നവകേരള സദസ്സിന് നിവേദനം കൊടുത്തിട്ട് പരിഹാരം കാണാത്തത് കൊണ്ട് ഞങ്ങൾ സമരത്തിന് വന്നു, 4 മാസം ശമ്പളം കിട്ടിയിട്ടില്ല എന്നാണ്. ഞങ്ങളുടെ യൂണിയനല്ല, നിങ്ങളുടെ യൂണിയനാണ് പറയുന്നത്. പിന്നെ ഇവിടെ ചിത്രജ്ഞൻ അടക്കം പറഞ്ഞു, ക്ഷേമ പെൻഷന്റെ കഥ, മറ്റു കഥകളൊക്കെ ഇവിടെ പറയുകയുണ്ടായി. CPI-യുടെ സംസ്ഥാന കമ്മിറ്റി പറഞ്ഞിരിക്കുന്നു ക്ഷേമ പെൻഷൻ കൊടുത്തേ തീരൂ എന്ന്. കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ നമ്മൾ വായിച്ചു. CPI-ക്കാരോട് മറുപടി ഞങ്ങളോട് പറയുന്നതിന് മുമ്പ് CPI-യുടെ സംസ്ഥാന കമ്മിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സാമ്പത്തിക മാന്ദ്യം ഉണ്ട് എന്നല്ല അറിയാം, എന്നാൽ സർക്കാരിന് ബുദ്ധിമാന്ദ്യവും ഉണ്ട് എന്നുള്ളതാണ് ഈ നവകേരള സദസ്സുമായി രംഗത്ത് വരാൻ നിങ്ങൾ പ്രേരിപ്പിച്ചിട്ടുള്ളത്. കാരണം ജനങ്ങൾ അങ്ങ് പൊട്ടീസാക്കാൻ പറ്റും എന്നാണ് നിങ്ങളുടെ ധാരണ. ഇപ്പൊ എന്താ സ്ഥിതി? നിങ്ങൾ അണികളെപ്പോലും നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് ഇതിന്റെ വമ്പും പറഞ്ഞ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾക്ക് നല്ല കൊട്ടാണ് MT വാസുദേവൻ നായർ തന്നത്. അത് ആർക്കാ? ഞങ്ങൾക്കല്ല, അത് BJP-ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് തർക്കിക്കാണ് നിൽക്കുന്നത്. EMS-നെ ഉദാഹരിച്ച് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒന്നും കൂടി വായിച്ചു നോക്കാൻ മാത്രം ഞാൻ ഈ സന്ദർഭം നിങ്ങളോട് പറയുകയാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നയം തിരുത്താൻ നിങ്ങൾ യഥാർത്ഥ വഴിയിലേക്ക് വരാൻ തയ്യാറാവണം. ഇവിടെ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ കേന്ദ്രത്തിൽ BJP-യുടെ സഹായി
മുന്നണിയിൽ, ഇവിടെ ഇടതുപക്ഷത്ത്. നിങ്ങൾ എന്തിനാ പ്രകോപിക്കുന്നത്? മുമ്പ് ഇതിന് ഉദാഹരണങ്ങളില്ലേ? ഇവിടെ NCPയുടെ പ്രതിനിധി ഇരിക്കുന്നുണ്ടല്ലോ, ശശിധരൻ അവർ. മുമ്പ് ഇവിടെ കേരളത്തിൽ ഇടതുമുന്നണിക്കൊപ്പം NCP, മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനൊപ്പം NCP, ഹിമാചൽ പ്രദേശിൽ BJP-ക്കൊപ്പം NCP. 3 തോണിയിലായിരുന്നു കാല്, 3 തോണിയിൽ. അന്ന് ആരെയും നിങ്ങൾ മാറ്റിയിട്ടില്ല. ഇപ്പം എന്താ നിങ്ങളുടെ സ്ഥിതി? സർ, ഞാൻ അവസാനിപ്പിക്കുന്നു. എന്താ CPM-ന്റെ സ്ഥിതി? 3-4 തോണിയിലാണ് നിങ്ങളുടെ കാല്. കേരളത്തിലും ബംഗാളിലും കോൺഗ്രസ് വേണ്ട, തമിഴ്നാട്ടിലും കർണാടകയിലും കോൺഗ്രസ് വേണം. മറ്റു സംസ്ഥാനങ്ങളിൽ സീറ്റ് തരുമോ എന്ന് യാചിക്കുന്നു. കഴിഞ്ഞ സഹകരണ ബാങ്കുകളുടെ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ബംഗാളിൽ BJP-യുമായി സഹകരണ മുന്നണി ഉണ്ടാക്കി മാർക്സിസ്റ്റ് പാർട്ടി. ഈ CPM ഇമാണ് ഇവിടെ വലിയ നയവുമായി, വലിയ പ്രഖ്യാപനവുമായി രംഗത്ത് വരുന്നത്. ഞാൻ ഈ നയത്തെ, ഈ നന്ദി പ്രമേയത്തെ എതിർക്കുന്നു.